ആരായാലും ശരി, ഭാരതം എന്ന് പറയുന്ന, ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭാരത മാതാവിനെതിരായി പ്രവർത്തിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി അവർക്കെതിരായി പ്രവർത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബിജെപിയുടെ ചിന്ത, ബിജെപിയുടെ വികാരം ഇന്ത്യൻ ഗർഭപാത്രത്തിൽ പറന്ന, ഇന്ത്യയുടെ ഗർഭപാത്രത്തിൽ പറന്ന വികാരവും വിചാരവുമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾക്കും അതൊന്നുമില്ല. പക്ഷേ സ്വാമി വിവേകാനന്ദ പറഞ്ഞില്ലേ, മഹർഷി അരവിന്ദ പറഞ്ഞില്ലേ, നിങ്ങൾ അടുത്ത 50 വർഷത്തേക്ക് 1947 ഓഗസ്റ്റ് 15 ഉത്തരപ്പാറയിൽ വെച്ച് മഹർഷി അരവിന്ദൻ പറഞ്ഞു, അടുത്ത 50 വർഷത്തേക്ക് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അടുത്ത 50 വർഷത്തേക്കുള്ള നമ്മുടെ ദൈവം ഭാരതമാതാവാണ്. എടോ, നരേന്ദ്രമോദി ഞങ്ങളുടെ നേതാവാ. ഞങ്ങളെ നരേന്ദ്രമോദി സിന്ധാവ വിളിച്ചിട്ടില്ല, വിളിക്കൂല. രാജീവ് ചന്ദ്രശേഖരൻ ഞങ്ങളുടെ നേതാവാ. രാജീവ് ചന്ദ്രശേഖരൻ സിന്ധാബ ഞങ്ങൾ വിളിച്ചിട്ടില്ല, വിളിക്കൂല. അടൽ ബിഹാരി വാജ്പേയി സിന്ധാബ വിളിച്ചിട്ടില്ല. LK അദ്വാനി സിന്ധാബ വിളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു മുദ്രാവാക്യമേ ഉള്ളൂ. പോലീസുകാരന്റെ ലാത്തി കൊണ്ടും ബൂട്ടുകൊണ്ടും ഞങ്ങൾ ചവിട്ടി മതിക്കപ്പെട്ട അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും നാട്ടിക അടക്കമുള്ള വാടാനപ്പടി അടക്കമുള്ള ഈ തീരപ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് കഠാരകളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ പിടഞ്ഞു വീഴുമ്പോഴും ഞങ്ങൾക്ക് ഒരേ ഒരു മുദ്രാവാക്യമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ഇലക്ഷനിൽ മത്സരിക്കുമ്പോ കെട്ടിവെച്ച കാശ് കിട്ടാതെ ഞങ്ങൾ പൊട്ടിക്കരഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഒരേ ഒരു മുദ്രാവാക്യമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അതൊന്നും മറ്റൊന്നുമല്ല. സുരേഷ് ഗോപി എന്ന നാട്ടിക നിയോജക മണ്ഡലത്തിൽ വമ്പിച്ച ലീഡെടുത്തപ്പോഴും ഞങ്ങൾക്ക് ഒരേ ഒരു മുദ്രാവാക്യമേ ഉള്ളൂ. ഒരേ ഒരു മുദ്രാവാക്യം. ആ മുദ്രാവാക്യമാണ് ബോലോ ഭാരത് മാതാ കി ജയ്, ഇന്ത്യ. ആ ഇന്ത്യ എന്ന വികാരമാണ് ബിജെപി. ഇവിടെ ചൈനക്ക് ജയ് വിളിക്കും, ഇവിടെ റഷ്യക്ക് ജയ് വിളിക്കും, ചൈനക്ക് റഷ്യക്ക് ജയ് വിളിക്കും. ഇന്നലെ പറഞ്ഞ രാഹുൽ ഗാന്ധിയും അയാളുടെ കല്യാണം കഴിക്കാതെ ഉണ്ടാവുന്ന സന്തതിയും വേണമെങ്കിൽ ജയ് വിളിക്കും. പക്ഷെ ഇന്ത്യ, അയ്യോ ഭാരതം, അത് വിളിക്കാൻ പാടില്ല. ഭാരതം എന്ന് കേൾക്കാൻ പാടില്ല. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ആരാ പറഞ്ഞത്? വള്ളത്തോള്. പക്ഷെ പിണറായി വിജയൻ എന്താ പറയുന്നത്? ഭാരതം എന്ന് കേട്ടാൽ അപ്പെടുക്കണം, വാള് ചുരിക, വടി അടിക്കണം. എടോ, ഇന്നത്തെ റെയിൽവേ സ്റ്റേഷൻ, ഇന്ന് വന്ദേ ഭാരത് ട്രെയിൻ, ആ വന്ദേ ഭാരത് ട്രെയിൻ നിങ്ങൾ ആലോചിക്കണം. ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി വന്ദേ ഭാരത് ഇട്ടു. കേരളത്തിലെ ആളുകൾക്ക് പകല് കയറിയിരുന്ന വൈകുന്നേരം എത്താം ബാംഗ്ലൂരിൽ, ബാംഗ്ലൂരിൽ നിന്ന് വൈകുന്നേരം എത്തിയാൽ രാത്രി ഇവിടെ എത്താം. എത്ര സൗകര്യമായ സാധന വന്ദേ ഭാരത്. ആ വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോ ആ വന്ദേ ഭാരത് ട്രെയിനെ 2 കൈയും കൂട്ടി സ്വീകരിക്കുമ്പോൾ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായാലോ? അതുകൊണ്ട് വന്ദേ ഭാരത് ട്രെയിനിൽ കുട്ടികൾ പാടിയത് എന്താ? കുട്ടികൾ പാടിയത് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യമാണോ? അല്ല. ഭാരത വിരുദ്ധ മുദ്രാവാക്യമാണോ? അല്ല. കേരള വിരുദ്ധ മുദ്രാവാക്യമാണോ? അല്ല. ഭരണഘടനാ വിരുദ്ധ മുദ്രാവാക്യമാണോ? അല്ല. സ്വാതന്ത്ര്യ വിരുദ്ധ മുദ്രാവാക്യമാണോ? അല്ല. പിണറായി വിജയൻ എതിരാണോ? അല്ല. രാഹുൽ ഗാന്ധിക്ക് എതിരാണോ? അല്ല. പരമപവിത്രമതാമേ മണ്ണിൽ, ഏത് മണ്ണിൽ? ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ. എടോ, ഭാരതാംബയെ പൂജിക്കുക. അയ്യോ, ഭാരതാംബയെ പൂജിക്കാൻ പാടില്ല. ഭാരതാംബയോ അങ്ങനെ സാധനം ഇല്ല. ഭാരതമാതാവിന് വിളക്ക് വെച്ചാൽ, ഭാരതമാതാവിനെ പൂജിച്ചാൽ, ഭാരതമാതാവ് എന്നൊരു വാക്ക് പറഞ്ഞാൽ ഇടതിന് കലി കയറി, വലതിന് കലി കയറി. ഇതെന്തൊരു കലികാലം! സ്വന്തം നാടിനെ, ഈ മണ്ണിനെ ഇതെന്റെ മണ്ണാണെന്ന് പറയാൻ ഈ ഇവിടുത്തെ പിഞ്ചു കുട്ടികൾ തയ്യാറാകുമ്പോ, പരമപവിത്രമാണ് എന്റെ മണ്ണ്, ഈ ഭാരതാംബയെ ഞാൻ പൂജിക്കുന്നു എന്ന് പറയുമ്പോ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രി അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചിരിക്കുക. ഞങ്ങൾ അന്വേഷിക്കൂ. ഞാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയോടും പിണറായി വിജയനോടും പറയാൻ ആഗ്രഹിക്കുക, നിങ്ങളെ എത്ര വേണേലും അന്വേഷിച്ചോ, നിങ്ങൾ എന്ത് അന്വേഷിച്ചാലും നിങ്ങൾ അപ്പോഴേക്കും വിദ്യാഭ്യാസ മന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയപ്പോഴേക്കും അപ്പുറത്ത് VD സതീശൻ ചാടി വീണു. അത് പറ്റില്ല, അത് പാടില്ല. ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾ ആര് വന്നാലും ശരി, നിങ്ങൾ ആര് തടഞ്ഞാലും ശരി, ഗണഗീതമെന്ന് പറയുന്ന ദേശഭക്തി ഗാനം ഈ കേരളത്തിൽ മുഴുവൻ ഞങ്ങൾ പാടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നു മാത്രമല്ല,
ഇന്ന് ഞാൻ കൃത്യമായി പറയാം, പിണറായി വിജയനോടും വി ഡി സതീശനോടും, ഇന്ന് ഞങ്ങൾ വന്ദേ ഭാരതിനെ പാടിയിട്ടുള്ളൂ. നാളെ 2026 കേരളത്തിന്റെ നിയമസഭയിലും ഞങ്ങൾ ഈ ദേശഭക്തി ഗാനം പാടും. നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമോ? തടുത്തോ? നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്ക് നിങ്ങൾ. എടോ എന്താണോ ഈ ഭാരതം എന്ന് കേട്ടിയ ഇവന്മാർക്ക് എന്തിന്റെ കേടാ? ഭാരതം എന്ന് കേട്ടിയ അപ്പം വന്നു ഒരു വിഷമം. പണ്ട് സൂര്യ നമസ്കാരമായിരുന്നു. സൂര്യ നമസ്കാരം ചെയ്യാൻ പാടില്ല. സൂര്യ നമസ്കാരം, സൂര്യനെ നമസ്കരിക്കരുത്. ഇപ്പൊ പിണറായി വിജയനും ഭാര്യയും മരുമകനും മകളും കൂടിയിട്ട് ആരും അറിയാതെ ഇരുട്ടത്തിരുന്ന് സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഇവന്മാരെ കൊണ്ട് തോറ്റുല്ലോ ഭഗവാനെ. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പാലക്കാട്ട് സമ്മേളനത്തിൽ വെച്ച് അവന്മാരെ ഒരു പ്രഖ്യാപനം. അതെന്താ പ്രഖ്യാപനം? ഗണപതി പാടില്ല, ഗണപതി ഹോമം പാടില്ല. കമ്മ്യൂണിസ്റ്റുകാരാകെ ഞെട്ടി. ഗണപതി ഹോമം പാടില്ല. പക്ഷെ എന്തൊരു കഷ്ടം നോക്ക്. ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ വീട്ടില്, CPM-ന്റെ ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ വീട്ടില് ബൈബിള് കൊണ്ടുവന്ന് വെഞ്ചരിക്കാം, കുഴപ്പമൊന്നുമില്ല. മുസൽമാന് അവരുടെ മുല്ലാക്കെ കൊണ്ടുവന്ന കാര്യങ്ങൾ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഗണപതി ഹോമം പാടില്ല. ഞാൻ ചോദിക്കുന്നത്, ഹിന്ദു സമൂഹത്തിനെതിരെ എന്തിനാണ് ഇങ്ങനെ കുതിര കയറുന്നത്? എന്നാൽ കുതിര കയറുന്നുണ്ട്, മര്യാദയ്ക്ക് കയറ്, തീരുമാനം എടുക്കും. എൻ്റെ വീടിനടുത്തൊരു സദാനന്ദനുണ്ട്. അയാള് ബ്രാഞ്ച് സെക്രട്ടറിയാണ്. സദാനന്ദന്റെ വീടിന്റെ പാല് കാച്ചല. ഞാൻ നല്ല ബന്ധമാണ്. അപ്പൊ സദാനന്ദൻ എന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, നമുക്ക് പാല് കാച്ചലാണ്. ഇതിപ്പോ രശ്മി ഇവിടുന്ന് പോയി, പാല് കാച്ചലാണ്. അപ്പൊ പാല് കാച്ചലാണ്, വീട് കയറി താമസിക്കുക, പാല് കാച്ചലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ അല്ലേ, എങ്ങനെയാ പാല് കാച്ചുന്നത്? പാൽ ഒടിച്ച് കാച്ചിയാണോ, പാല് കുടിച്ച് കാച്ചിയാണോ, എന്താ പരിപാടി? എങ്ങനെയാ നിങ്ങളുടെ വീടിന്റെ ഹൗസ് വാമിങ് എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഹൗസ് വാമിങ് ഞങ്ങൾ ഒരു ചുവന്ന രക്തഹാരം, ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വരും, പാർട്ടി MM വർഗീസ് വരും, അദ്ദേഹം ഞങ്ങൾക്കൊരു രക്തഹാരം തരും. ആ ഹാരം ഞങ്ങൾ അവിടെ ഇടും. അപ്പൊ ഞാൻ പറഞ്ഞോളാം, ഞാൻ എന്തായാലും MM വർഗീസിന് വളരെ അടുത്ത ആളാ. ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ, കാണാം. പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പൊ ഞാൻ കുറച്ച് പുസ്തകമൊക്കെ വായിച്ച് രാത്രിയിൽ, സഹദേവൻ എൻ്റെ വീടിൻ്റെ അടുത്താണ്, അപ്പോൾ വലിയ ദൂരമൊന്നുമില്ല. ഞാൻ രാവിലെ ഒന്ന് എഴുന്നേറ്റ് കോഴിക്കോട് പോകേണ്ടതാ. ഇന്ന് സഹദേവന്റെ വീടിന്റെ പാല് കാച്ചിൽ കഴിഞ്ഞ് പോവാം എന്നൊക്കെ വെച്ചപ്പോൾ രാത്രി 1 മണിക്ക് എൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ സഹദേവന്റെ വീട്ടിൽ ആകെ പ്രശ്നം, പുകയൊക്കെ വരുന്നുണ്ട്, എന്തോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിന്ന തോന്നണേ, ഒന്ന് വായോ. നാളെ എന്ന് പറയുന്നത് അയാളുടെ വീടിന്റെ പാല് കാച്ചല. സഹദേവനാണെങ്കിൽ വേറെ വീടിനടുത്താ, വേറെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് പുതിയ വീടാ, എൻ്റെ വീടിന് അപ്പുറത്ത് പറമ്പില്. അപ്പൊ ഞാൻ അയ്യോ സഹദേവനെ ഫോൺ ചെയ്ത് വിളിച്ചാലോ? ഫോൺ ചെയ്തു, സഹദേവനെ കിട്ടാനില്ല. അപ്പൊ ഞങ്ങളെല്ലാം ആൾക്കാരും കൂടി ഇറങ്ങി ഓടി വന്നു. സഹദേവന്റെ വീട്ടിൽ നിന്ന് പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, തീ ഉള്ളിൽ കത്തുകയാണ്. അയ്യോ സഹദേവൻ എന്തു പറ്റി? സഹദേവന്റെ വീട്ടിൽ നാളെ പാല് കാച്ചലാണ്, രക്ഷപ്പെടുത്തണ്ടേ? ഞങ്ങൾ വെള്ളമൊക്കെ എടുത്ത് ഓടി വന്നു. വാതിലടച്ചിരിക്കുകയാണ്. ഞങ്ങൾ വന്ന് വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി വാതിൽ തുറക്കാൻ വേണ്ടി ചവിട്ടി നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചവിട്ടുമ്പോൾ അവിടെ നിങ്ങോട്ട് വാതിലടച്ച് അവിടെ നിങ്ങോട്ട് വരില്ല ശക്തി. ഇതെന്താ സംഭവം? അവസാനം ഞങ്ങൾ ചവിട്ടി ആ വാതിൽ പൊളിക്കുമ്പോൾ ഈ സഹദേവൻ ഇരുട്ടത്ത് രാത്രി ഇരുന്നിട്ട് ഗണപതിയാവും നടത്തുക. പക്ഷെ വല്ല കാര്യമുണ്ടോ? പിന്നെ പൊന്ന് സഹദേവൻ, തനിക്ക് രാവിലെ നടത്തിയാൽ പോലെ എന്റെ കുമാരകൃഷ്ണൻ പറയരുത്. ഞാൻ ഇത്രയുള്ള ഇവന്മാര് വെറുതെ പറയണതാണെന്ന് ഒരു കാര്യമില്ല. ഈ പറച്ചിലല്ലാതെ ഒരു വസ്തുവില്ല, വെറുതെ പറയും. ഇപ്പോ പാലക്കാട്ട് ഗണപതി പാടില്ല, ഗണപതി മിത്താണെന്ന് ആര്? സ്പീക്കർ. ഞാൻ കഴിഞ്ഞ മാസം കണ്ടതെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ വിനായക ചതുർത്ഥിയിൽ RSSന്റെ BJPയുടെ ഒക്കെ ആളുകൾ വിനായകനെ കൊണ്ട് ഇങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ തുള്ളി ഞങ്ങളെ കൊണ്ടുപോയി കടലിലൊക്കെ ഇടാറുണ്ട് വിനായക ചതുർത്ഥിയിൽ. നമ്മൾ വർഗീയവാദികളാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടെന്ന് ഈ ഗണപതിയെ മിത്താണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DYF-കാര് ഈ ഗണപതിയെ ചുമന്ന് കൊണ്ടുപോവുക. വിനായക ചതുർത്ഥി DYF-കാർ ആചരിക്കുക. ഇവിടെ എന്തോ നേർപ്പാട്. നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞവുമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ? PM ശ്രീ പദ്ധതി. അയ്യന്റെ അമ്മേ, ഞാൻ ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോ ജയ്ക്ക് എന്ന് പറയുന്ന SFIയുടെ DYF-യുടെ നേതാവുണ്ട്. അവൻ പറഞ്ഞു, അത് ഈ PM ശ്രീ പദ്ധതി ഉണ്ടല്ലോ, നിങ്ങളുടെ വർഗീയവാദം സ്കൂളിൽ പഠിപ്പിക്കാനുള്ള സാധനം, അതങ്ങ് കൊണ്ടുപോയി RSSന്റെ കാര്യാലയത്തിന്റെ ഉത്തരത്തിൽ വെച്ചാൽ മതി. അതൊന്നും കേരളത്തിൽ നടക്കില്ല. ഇത് കേരളമാണ്, പിണറായി വിജയന്റെ കേരളമാണ്. 1 മാസം കഴിഞ്ഞില്ല, 1 മാസം കഴിഞ്ഞില്ല.
വിദ്യാഭ്യാസ മന്ത്രി RSSന്റെ കാര്യാലയത്തിന്റെ ഉത്തരത്തിൽ തൂങ്ങിയിട്ടാണോ എടുത്തിട്ട് വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി PM ശ്രീ പദ്ധതി കൊണ്ടുവന്നു. എടോ, PM ശ്രീ പദ്ധതി കൊണ്ടുവന്നു. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ഈ PM ശ്രീ പദ്ധതി നിങ്ങൾ നടപ്പാക്കാൻ പോവാണോ? പറഞ്ഞ ഇയാൾ ചോദിക്കുകയാണ്, PM ശ്രീ പദ്ധതിക്ക് എന്താ കുഴപ്പമോ? എന്താ പേരും കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പൊ ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞതോ ഇനിയൊക്കെ ഞങ്ങൾ പൈസ കിട്ടാനുള്ള പരിപാടി. എന്ത് പൈസ കിട്ടാനുള്ള പരിപാടി? എടോ, PM ശ്രീ പദ്ധതിയെ നിങ്ങൾ എതിർക്കുന്നത് എന്തിന്? ഞാൻ PM ശ്രീ പദ്ധതിയുടെ ചരിത്രത്തിലെ ഒരു വ്യാഖ്യാനവും നിങ്ങളോട് പറയാം. നിങ്ങളൊക്കെ അത് അറിയണം. PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കുഴപ്പമാണ് അതിനുള്ളില്. എന്ത് കുഴപ്പോ? എടാ, നമ്മുടെ നാടിനൊരു ചരിത്രം എഴുതണ്ടേന്ന്. 67 വർഷം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ ഭരിച്ചത്. 1947 തൊട്ട് 2014 വരെയുള്ള കാലഘട്ടം ഇന്ത്യ ഭരിച്ചത് മുഴുവൻ കോൺഗ്രസ് അല്ലേ? ഈ കോൺഗ്രസിന്റെ ഈ 70 വർഷത്തെ ഭരണത്തിൽ ഇന്ത്യക്കൊരു ചരിത്രം ഉണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഉണ്ടോ? ഞാൻ ചരിത്രവും ചരിത്രാനന്ദ ബിരുദവും ഒക്കെ പഠിച്ച ആളാ. എടോ, 1867 ഇന്ത്യയുടെ ചരിത്രം ആദ്യമായി എഴുതുന്നത്. ആര്? ബ്രിട്ടീഷുകാരൻ. അയാള് കണ്ണിംഹാം ആദ്യമായി ചരിത്രം എഴുതുമ്പോ കാരണം എന്താ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. BJP-ക്കാർ വെറുതെ ഇവിടെ വന്നിട്ട് വളവുകള വർത്താനം പറയാൻ വന്നതല്ല, കാര്യം പറയാൻ വന്ന. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം താന്തിയോ തോപ്പിയുടെയും ഝാൻസി റാണിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ആദ്യ സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷുകാരിൽ നിന്ന് ആ ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്നത് 1857. 1857 സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇവന്മാരെ ഒന്നിക്കും, ഇവര് സംഘടിക്കും. അതുകൊണ്ട് ഇവന്മാരെ ഒന്നിക്കാൻ പാടില്ല, ഇവരെ സംഘടിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ചരിത്രം എഴുതി പഠിപ്പിക്കണം. എന്താ ചരിത്രം? ആര്യൻ. നിങ്ങൾ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ പോയിട്ട് കുട്ടികൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോ 9ൽ പഠിക്കുന്ന കുട്ടികളോ 10ൽ പഠിക്കുന്ന കുട്ടികളോ ഉണ്ടെങ്കിൽ അവരുടെ സോഷ്യൽ സ്റ്റഡീസ് ഒന്ന് മേടിക്കുക. മോനെ, ഹിസ്റ്ററി, ചരിത്രം, സോഷ്യൽ സ്റ്റഡീസ് തരാൻ പറയാം. എന്നിട്ട് നിങ്ങളെ പേജൊന്ന് മറിച്ചു നോക്കുക. ആ പേജിൽ ആദ്യത്തെ പേജ് എന്താ? ആര്യൻ. ആര്യൻ എവിടെ നിന്ന് വന്ന? മധ്യേഷ്യയിലെ ലുഫ്താനിയയിൽ നിന്ന് വന്നവനാണ് ആര്യൻ. ഇറാനിലെ മധ്യേഷ്യയിലെ ലുഫ്താനിയയിൽ നിന്ന് വന്നവൻ ആര്യൻ. രണ്ടാമത്തെ ചാപ്റ്റർ ഒന്ന് പഠിച്ചു വെക്ക. അതെന്താ? ദ്രാവിഡൻ. ആ ദ്രാവിഡൻ എവിടെ നിന്ന് വന്നതാ? ആഫ്രിക്കയിലെ മെഡിറ്ററേനിയൻ പ്രദേശത്ത് നിന്ന് വന്നവൻ ദ്രാവിഡൻ. ആദ്യം വന്നത് ആര്യൻ, രണ്ടാമത് വന്നത് ദ്രാവിഡൻ. അപ്പൊ മൂന്നാമത്തെ ചാപ്റ്റർ, അപ്പോൾ ഭാരതമോ? കൊരങ്ങന്മാര് ചാടിക്കളിച്ച് നടന്ന സ്ഥലമാണ് ഭാരതം. എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിലുള്ളവരൊക്കെ വന്നവരാണ്, വിദേശികളാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ആരാ എഴുതി വെച്ചത്? ബ്രിട്ടീഷുകാരൻ. എന്നിട്ട് ബ്രിട്ടീഷുകാരൻ പറയാണ്, ആദ്യം വന്നത് നിങ്ങളിപ്പോ, രണ്ടാമത് വന്നത് തെക്കുള്ള ദ്രാവിഡ്, അവര് പോട്ടെ, എന്നിട്ട് ഞങ്ങൾ പോണുള്ളൂ. എടോ, ഇതിനു വേണ്ടി എഴുതി വെച്ച ചരിത്രം, 1867 എഴുതി വെച്ച ഇന്ത്യയുടെ ചരിത്രം, സ്വതന്ത്ര ഭാരതം, ഈ കമ്മ്യൂണിസ്റ്റുകളുടെയും കോൺഗ്രസുകാരും ഒക്കെ നയിച്ച ഈ സ്വതന്ത്ര ഭാരതം ബ്രിട്ടീഷുകാരൻ കീറിയ നീർച്ചാലിലൂടെ ഇന്ത്യയെ വലിച്ചൊഴിച്ചു കൊണ്ടുപോയ കോൺഗ്രസിന്റെ കാലഘട്ടം ചരിത്രം മാറ്റിയില്ല. ഞാൻ പഠിച്ചത്, ഞാൻ കേരളവർമ്മ കോളേജിൽ ചരിത്രം പഠിക്കുമ്പോ ആര്യൻ എഴുതി വെച്ചത് നിങ്ങൾക്കറിയോ? ആര്യ ദ്രാവിഡ സംഘർഷം. ഈ തമിഴ്നാട്ടില് ശ്രീരാമന്റെ ചിത്രം വെച്ച് ആ ശ്രീരാമന്റെ ചിത്രത്തില് ചെരുപ്പ് കൊണ്ടടിച്ച് അവിടെ ജാഥ നടത്തി പെരിയാർ. ആ പെരിയാറിന്റെ മകൻ, ആ പെരിയാറിന്റെ സന്തതി അവരാണ് DMK, സ്റ്റാലിൻ. ആ പരമ്പരയാണ് സ്റ്റാലിൻ. ആര്യ ദ്രാവിഡ സംഘർഷം, രാമരാവണ യുദ്ധം. ആര്യന് മൂക്ക് നീണ്ടത്, വെളുത്ത കളറ്, ദ്രാവിഡൻ കറുത്തവൻ, മൂക്ക് പതിഞ്ഞവൻ. ആ രാമരാവണ യുദ്ധം, ആര്യ ദ്രാവിഡ സംഘർഷം. പക്ഷെ രാമായണത്തിൽ പറയുന്നത് രാമനേക്കാൾ സുന്ദരനായിരുന്നു, വെളുത്ത സുന്ദരനായിരുന്നു രാവണൻ. കൃഷ്ണൻ ദ്വാപരയുഗത്തിലേക്ക് വന്നാൽ കൃഷ്ണൻ കറുത്തവന്. ഇതൊക്കെ ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാ. ആ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ചരിത്രം മതി എന്ന് റോമില ഥാപ്പർ, കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരി, ആ ചരിത്രം പഠിപ്പിക്കണമെന്നാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്ന PM ശ്രീ പദ്ധതിയിൽ ആര്യൻ വന്നിട്ടില്ല, ദ്രാവിഡൻ വന്നിട്ടില്ല. ഇത് കളവാണ്. ഇതിന്റെ കാരണം ഇതാണ്.
ലോകത്തെ എല്ലാ സ്ഥലത്തേക്കും ആര്യന്മാര് പോയിട്ടുണ്ടെന്നാ എഴുതി വെച്ചത്. അങ്ങനെയാണെങ്കിൽ വേദവും ഉപനിഷത്തും എങ്ങനെ ഇന്ത്യയിൽ മാത്രമാവുക? ഇതിന്റെ കാര്യകാര്യ സഹിതം എഴുതി വെച്ച പുസ്തകം പഠിപ്പിക്കണം കുട്ടികളെ എന്ന് പറഞ്ഞു. കുട്ടികൾ പഠിക്കട്ടെന്ന്. നിങ്ങളുടെ ഈ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട, നമ്മുടെ ഈ ഇരിഞ്ഞാലക്കുട അവിടെ ഒന്നാന്തരം ഗണിതത്തിന്റെ മാധവ ഗണിതം ഉണ്ടായിരുന്നു. മാധവൻ 1184 ജനിച്ച് ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ 5 ദിവസം മുമ്പ് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അയാൾ നക്ഷത്രങ്ങളെ നോക്കി പഠിച്ചു. അയാൾ സൂര്യനെ പഠിച്ചു, അയാൾ ചന്ദ്രനെ പഠിച്ചു. എത്ര നക്ഷത്രമുണ്ട് എന്നയാൾ എഴുതി. അന്ന് ലോകത്തെ യൂറോപ്യന്മാർ, പിൽക്കാലത്ത് സയൻസ് പഠിച്ച, ചരിത്രം പഠിച്ച ലോകത്തെ ആ യൂറോപ്യന്മാർ നീലച്ചായം പുരട്ടി കാട്ടില് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോ ഇന്ത്യയില് ഈ മാധവൻ, ഈ തെക്കേറ്റത്തെ ഇരിഞ്ഞാലക്കുടയിലെ മാധവൻ ഗണിതശാസ്ത്രം പഠിച്ചു, വേദഗണിതം പഠിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ കുട്ടികളോട് മാധവൻ എന്നൊരാൾ ഗണിതശാസ്ത്രം പഠിക്കാൻ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് എഴുതി വെക്കാൻ പാടില്ല. പഠിപ്പിക്കരുത്. അത് പറയാൻ പാടില്ല. നമ്മളെല്ലാം പാശ്ചാത്യരെന്ന് കൊണ്ടുവന്നേ പഠിക്കാവൂ. PM ശ്രീ പദ്ധതി അതാണ്. ഇത് പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇടതുപക്ഷം ഇടയ, ഇത് പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ വലതുപക്ഷം ഇടയ. കാരണം എന്താ? ഭാരതം എന്ന് പറയാൻ പാടില്ല. ഭാരതം എന്ന് പറഞ്ഞാൽ അത് BJP ആയാലോ. ഇവിടെ ഭാരതത്തെക്കുറിച്ച് ഒരു അഭിമാനം ഉണ്ടാവണ്ടേന്ന്. ആര് ഭരിച്ചാൽ എന്താ? ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ നാടല്ലേ. പിഞ്ചു കുട്ടികള്, പവിത്രമാണ് ഈ മണ്ണ് എന്ന് പറയുമ്പോ പിഞ്ചു കുട്ടികൾക്കെതിരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തെറിവിളിയ. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയണം, ഈ നാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ സർക്കാർ സ്കൂളിലെ അധ്യാപകരും അവിടുത്തെ പിള്ളേരെ കൊണ്ട് സർക്കാർ സ്കൂളിന്റെ ആ മതിലിൽ എഴുതി വെച്ചിരിക്കുന്നു. വാർത്തയുണ്ടായിരുന്നു, ചില മാധ്യമങ്ങളിൽ, എല്ലാവരും കൊടുത്തില്ല. അതിൽ എഴുതി വെച്ചിരിക്കുക, സ്കൂൾ മതിലിൽ എഴുതി വെച്ചിരിക്കുന്നു, സ്കൂളിനുള്ളിലെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നു, രാജ്യസ്നേഹം എന്ന് പറയുന്നത് കുപ്പിച്ചില്ല് പോലെയാണ്, നിങ്ങളുടെ ശരീരത്തിൽ തുളച്ചു കയറും, അതിന്റെ ആവശ്യമില്ല. രാജ്യസ്നേഹം എന്ന് പറയുന്നത് മനുഷ്യദ്രോഹമാണ്. ലോകത്തെവിടെങ്കിലും പറയുക, സർക്കാർ സ്കൂളിൽ എഴുതി വയ്ക്കുക. വിദ്യാഭ്യാസ മന്ത്രിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ട. വിദ്യാഭ്യാസ മന്ത്രി അതുമായി അന്വേഷിക്കാൻ പോകുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ആ കാര്യമായി ചിന്തിക്കാൻ പോകുന്നില്ല. കാരണം എന്താ? ഈ നാട് നശിപ്പിക്കാൻ നടക്കുന്ന, ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ നടക്കുന്ന, ഈ രാജ്യത്തെ എല്ലാ അർത്ഥതലങ്ങളിലും ഇല്ലാതാക്കണമെന്ന് ശ്രമിക്കുന്ന വർഗങ്ങളാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. ആ ഇടതും വലതുമാണ് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടതും വലതുമാണ് ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം നശിപ്പിക്കണം. ഈ നാട്ടിൽ കാണുന്ന സകലത തിന്നണം, അവരുടെ വീട്ടുകാർക്ക് വേണ്ടി കൊടുക്കണം. എടോ, തിന്ന് ക്ഷേത്രങ്ങളിലും കയറിയില്ലേ? തിന്ന് നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രപ്രസ്താവന കണ്ടു. ഏതോ ഒരു പഞ്ചായത്തില്, ഇൻഡിപെൻഡന്റ് ആയി ഭരിച്ച ഒരു പഞ്ചായത്തില് അവരുണ്ടാക്കിയിട്ടുള്ള നേട്ടം, ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിലും വലതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിലും, ഇടതുപക്ഷം ഭരിക്കുന്ന നിയമസഭയിലും വലതുപക്ഷം ഭരിക്കുന്ന നിയമസഭയിലും, ജയിച്ച നിയമസഭയിലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. അടിച്ചു മാറ്റിയെന്ന് തിന്ന കട്ട് കള്ളന്മാരിപ്പോ സകല ക്ഷേത്രത്തിലും കയറി. നോക്കൂ, 41 ദിവസത്തെ വ്രതമെടുത്ത് നാം പോകുന്ന ശബരിമലയുണ്ടല്ലോ. 41 ദിവസത്തെ നാം പോകുന്ന ശബരിമല. ആ ശബരിമലയുടെ അവസ്ഥ എന്താ ഇപ്പോ? ആ ശബരിമലയില് ഈ കള്ളന്മാര് കൈയിട്ട് വാരി എന്തൊക്കെയുണ്ട് ഭഗവാനെ, അയ്യപ്പ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശബരിമലയിലെ കൊടിമരത്തിന്റെ സ്വർണം അതടിച്ചു മാറ്റി. കൊടിമരത്തിന്റെ മുകളിൽ ഒരു കുതിരയുണ്ട്, അയ്യപ്പന്റെ വാഹനം. കുതിരയെ കാണാനില്ല. കൊടിമരത്തിൽ നിന്ന് കുതിര കാണാനില്ല. കുതിര ഓടിപ്പോയിന്നാ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കുതിര എവിടെ പോയി? കുതിര ഓടിപ്പോകാൻ വഴിയുണ്ട്. എന്തൊരു കഷ്ട. ദ്വാരപാലകര്, ഞാനൊക്കെ അയ്യപ്പന്റെ അടുത്ത് പോയിട്ട്, നമ്മളൊക്കെ അയ്യപ്പന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുമ്പം 2 ദ്വാരപാലകരുണ്ട് എല്ലാ ക്ഷേത്രത്തിലും. ആ ദ്വാരപാലകരാണ് ആ ക്ഷേത്രത്തിന്റെ ചൈതന്യവും അവരുടെ കാവൽക്കാരും. ആ ദ്വാരപാലക ഏതാണ്ട് 30 കിലോ സ്വർണം കൊണ്ട് ആ ദ്വാരപാലകരെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ആര്? ഒരു വ്യവസായി. 2017 ദ്വാരപാലകന് സ്വർണം കൊണ്ട് പൊതിഞ്ഞു, സ്വർണപ്പാളി. 2019 ആയപ്പോഴേക്ക് സ്വർണം ചെമ്പായി.
സ്വർണം ചെമ്പായി. നമ്മള് യേശുവിനെ കേട്ടിട്ടുണ്ട്. യേശു എന്താ? പച്ചവെള്ളം വീഞ്ഞാക്കിയവനാര്? യേശു. സ്വർണം ചെമ്പാക്കിയവനാര്? വാസു. വാസു എടോ, ദേവസ്വം പ്രസിഡന്റ് വാസു എഴുതി വെച്ചിക്ക, ഇത് ചെമ്പാണ്, ഇതെന്ത് മര്യാദയാ. കട്ടളപ്പടി അതും അടിച്ചു മാറ്റി. അയ്യപ്പന്റെ വാതിൽ അതും അടിച്ചു മാറ്റി. ഇനി ശബരിമലയിൽ വല്ലതും ബാക്കിയുണ്ടോ? അയ്യപ്പൻ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഒരു സ്ത്രീ പാടി, അയ്യപ്പ ഭഗവാനെ നീ നിന്നെ കാത്തോണേ എന്ന് പറഞ്ഞ് പാടി. എന്നിട്ട് ഈ ശബരിമലയിലേക്കുള്ള ഈ കൊള്ള, ആ കൊള്ളയെ ഹൈക്കോടതി തടഞ്ഞു. ഇവന്മാരെ പ്രതിയാക്കി. പക്ഷേ പിണറായി വിജയൻ എന്താ ചെയ്ത്? ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞപ്പോൾ ആ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടില്ല. പിണറായി വിജയൻ എന്താ ചെയ്തത്? ആ ദേവസ്വം ബോർഡിലെ എല്ലാ ആളുകളെയും അവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞു. എടുത്തിട്ടില്ല. ഇപ്പൊ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കണമെന്ന. അതുകൊണ്ടാണ് BJP പറയുന്നത് ശബരിമല മാത്രമല്ല, വടക്കുന്നാഥൻ ക്ഷേത്രം കാണാനില്ല, ചോറ്റാനിക്കര ക്ഷേത്രം സ്വർണം പോയി, കൊടുങ്ങല്ലൂർ ക്ഷേത്രം സ്വർണം പോയി, ഗുരുവായൂർ ക്ഷേത്രം സ്വർണം പോയി, അവിടെ ഗുരുവായൂരപ്പന് വെച്ച പോയി. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എവിടെയൊക്കെ കേരളത്തില് ക്ഷേത്രങ്ങളുണ്ടോ ആ ഭൂമി മുഴുവൻ അടിച്ചു മാറ്റല്ലേ ഇവന്മാര്? അടിച്ചു മാറ്റല്ലേ? ഹിന്ദുക്കളുടെ സ്വത്ത് മാത്രം അടിച്ചു മാറ്റുകയല്ലേ? എന്താ കാരണം? എന്താ ചോദിക്കാനും പറയാനും ആളില്ല. ആ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം ഇവിടുത്തെ ഉമ്മറിനോട് പറയാ, ഉമ്മറെ, ആ കാര്യത്തിൽ നിങ്ങളുടെ മതത്തിന് മുമ്പിൽ ഞാൻ കൂപ്പുകൈ തരിക. കാരണം നിങ്ങളെ തൊടാൻ അവന്മാർക്ക് കഴിയുന്നില്ല. എന്നാൽ അതേ സമയത്ത് ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കുക, ചോദിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്നിട്ട് അവിടെ ഉണ്ട് വലിയ സമ്മേളനം, അഖില ലോക അയ്യപ്പ സമ്മേളനം. കഴിഞ്ഞ പ്രാവശ്യം അയ്യപ്പ സമ്മേളനം ഈ ശബരിമലയുടെ ആചാരങ്ങൾ, എനിക്ക് ഒരു കാര്യം പറയാൻ ഇരിക്കാൻ വയ്യ. കാരണം അമ്പലത്തിൽ കള്ളന്മാർ കയറുമ്പോ, ഞാൻ വായിച്ചിട്ടുണ്ട്, അമ്പലത്തിൽ കള്ളന്മാർ കയറുമ്പോ